ഏതായാലും ഒരു 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 വൈകുന്നേര വർത്തമാനം അല്ലെങ്കിൽ ഒരു വെക്കേഷൻ വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഈ വെക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളിങ്ങനെ ആലോചിക്കും, ഇതെന്താ വെക്കേഷനോ, ഇപ്പോഴുള്ള കഴിഞ്ഞില്ലേ? പക്ഷെ ഇത് ഫോർ എൻജിനീയേഴ്സ് വെക്കേഷനാണ്. ഇപ്പം ഞങ്ങൾക്ക് കാറ്റ് നോറ്റ് കിട്ടിയൊരു വെക്കേഷനാണ്. അപ്പം പിള്ളേർ പല പല വർക്ക്സിലും കാര്യങ്ങളൊക്കെ ആണെന്ന് അറിയാം. എസ്പെഷ്യലി എനിക്കൊരു ലെഷർ ടൈം കിട്ടിയ സമയത്ത് എന്തെങ്കിലും സംസാരിക്കാൻ രച്ച് അതാണല്ലോ. അപ്പം യൂട്യൂബിലൊരു ഭയങ്കര തിരിച്ചു വരവൊക്കെ നടത്തി പിന്നെ വീണ്ടും മുങ്ങിപ്പോയ അതേ ആൾ തന്നെയാണ്. പേടിയൊന്നും വേണ്ട, മുങ്ങിപ്പോയെന്നല്ല കേട്ടോ. പക്ഷെ ഇപ്പം മഴ കാര്യങ്ങളൊക്കെ ആയിട്ട് വിഷ്വലൊന്നും ഒരു സുഖമില്ല. വിഷ്വലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് നമുക്ക് കുറച്ച് ടോപ്പിക്സിലൂടെ പോവാം. ഇതാണല്ലോ മെയിനായിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പം ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ ചിറാപ്പൂഞ്ചി മയത്ത്, ഈ ചിറാപ്പൂഞ്ചിയിൽ ഇത്ര മഴ പെയ്യാൻ കാരണം എന്താണെന്ന് ഞാൻ ആലോചിക്കണേ. സംഭവം പാട്ട് കൊള്ളാം, പക്ഷെ പാട്ടത്തിൽ അർത്ഥമായിരുന്നില്ല. പക്ഷേ ഒരു ടോണ് കൊള്ളാം, വല്ലാടി കൊള്ളാം. പക്ഷേ എന്ത് ചെയ്യാനാ, ഈ ഇൻസ്റ്റയിൽ ഇട്ടിട്ട് അലക്കുന്നുണ്ട്. ചോറ് തിന്നാൻ പോയാൽ, മന്തി കഴിക്കാൻ പോയാൽ, ഒന്ന് ചാടാൻ പോയാൽ, ട്രിപ്പ് പോയാൽ, ഇപ്പം എല്ലാത്തിനും ചിറാപ്പൂഞ്ചിയായി. കൊള്ളാം. ബട്ട് ഇതിൽ നിൽക്കുന്ന ചതി എന്നല്ല ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻസ്റ്റയിൽ ഹുക്ക് മാത്രം കേട്ട് പോകും. നീ ഈ പാട്ടൊന്നും തോന്നുന്നു കേട്ടോ. പൊതുവെ ഇൻസ്റ്റയിലെ ട്രെൻഡായ പല പാട്ടുകളും പിന്നെ റിപ്പീറ്റ് വാല്യൂ കേൾക്കുമ്പോൾ ഒരു സുഖം കിട്ടത്തില്ല. എസ്പെഷ്യലി ഇതും അത്രത്തോളം യൂസ് ചെയ്യുമ്പോൾ. അപ്പം ലൈക്ക് പണ്ട് എന്നോട് ആരോ പറഞ്ഞ പോലെ ലൈക്ക് ട്രെൻഡായ പാട്ട് ഞാൻ കേൾക്കാറില്ല, കാരണം അത് പിന്നെ കേൾക്കാൻ രസം ഉണ്ടാവില്ല എന്ന് ചിലവരൊക്കെ പറഞ്ഞ പോലെ. എന്താ വെച്ചാൽ അതൊരു പിന്നെ ഒരു സുഖം കിട്ടത്തില്ല. ഇപ്പോൾ ഒരു പണ്ടത്തെ ദാസൻ്റെ പാട്ടുകളൊന്നും പറയുന്നില്ലെങ്കിലും 2010 പാട്ടോ ഏതെങ്കിലും കേൾക്കും, പിന്നെ ഫുള്ളായിട്ട് കേൾക്കും. പക്ഷെ ഇതിങ്ങനെ ട്രെൻഡ് ഇട്ടിട്ടിട്ട് ഒരു ഫീൽ ചെയ്യാൻ പോകുന്നത്. ഏതായാലും ചിറാപ്പൂഞ്ചി നല്ല അടിപൊളിയാവട്ടെ. പിന്നെ എല്ലാം നല്ല എഡിറ്റ്സാണ്, നല്ല പരിപാടികളാണ്. നമ്മളിത് നോക്കട്ടെ, ഒരു ചിറാപ്പൂഞ്ചി ഇറക്കാൻ പറ്റുമെന്ന്. നമുക്കിപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ബട്ട് ഇതാണ് കാര്യങ്ങൾ. പിന്നെ എന്തുണ്ട് വിശേഷം, സുഖമാണോ, എവിടെയാണ്, എന്തൊക്കെയാണ് നിങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ അങ്ങനെ ആകാംക്ഷയൊന്നും ഇല്ലെങ്കിൽ ഒരിക്കലോ ഒരു ഇത് അത്രയേ ഉള്ളൂ. പിന്നെ സംഭവങ്ങൾ അതൊക്കെയാണ്. പിന്നെ ഇപ്പോൾ ചിറാപ്പൂഞ്ചി കഴിഞ്ഞ് വന്നപ്പോഴാണ് അടുത്തൊരാൾ, നമ്മുടെ സ്വന്തം ഗൂഗിളിൻ്റെ VEO3 നിങ്ങൾ പലരും കണ്ടുണ്ടാക്കും. ഈ ഒരു ഭയങ്കര ലോജിക്കൊന്നും പറഞ്ഞില്ലെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുക അറിയത്തില്ല. ഈ അമലുമാരൊക്കെ ഭാഗങ്ങൾ കുറേ എണ്ണം പെട്ടിട്ടുണ്ടോ. അമലും ആദർശ് അവരൊക്കെ കോമൺ നെയിമിലൊരു അടപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷേ സംഭവം വെച്ചാൽ കൊള്ളാം. ലൈക്ക് ഗൂഗിളിൻ്റെ പുതിയൊരു IOയിൽ വന്ന പുതിയൊരു അപ്ഡേറ്റ് ആയിരുന്നു. ഇത്ര കാലം നമുക്ക് ജനറേറ്റ് ചെയ്യുമ്പോൾ വോയിസ് മിമിക് ചെയ്യാനോ അല്ലെങ്കിൽ വോയിസ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനോ പറ്റത്തില്ല. പക്ഷെ ഇപ്പം ഗൂഗിൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്, താങ്ക്സ് ടു ഗൂഗിൾ. ബട്ട് യൂസേജ് വരുമ്പം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇപ്പം പഴഞ്ചൊല്ല് വെച്ച് കൺവേർട്ട് ചെയ്യുന്ന റിയൽ ലൈഫിലായാലും എങ്ങനെ ഉണ്ടാവും. ഇപ്പം കാളെടുത്ത കയറോട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് ഓടുന്ന പരിപാടി. പിന്നെ കുറേ റിലേറ്റബിൾ സാധനങ്ങൾ, പിന്നെ കുറേ ആൾക്കാരൊക്കെ കൗണ്ടേഴ്സ്, പിന്നെ കുറേ ആൾക്കാർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇത് ത്രൂ എക്സ്പ്രസ് ചെയ്യുന്നു. കുറേയൊക്കെ പിന്നെ ഇതിലൊരു എന്താ പറയുക, വേർഡ്സ് മാത്രമാണല്ലോ യൂസ് ചെയ്യുന്നത്. ഗൂഗിളിന് അറിയില്ലല്ലോ ഇത് തെറിവിളിയാണ് എന്താണെന്നല്ലൊക്കെ. തെറിവിളി എല്ലാം കൊണ്ടൊരു ഇതാണ്. ഏതായാലും കുറച്ച് ദിവസമൊക്കെ ഉണ്ടാകും, കുറച്ചല്ല. ദിസ് ഈസ് എ ഫ്യൂച്ചർ ഹാപ്പനിങ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഗ്രേഡ് വേർഷൻ വരുമ്പോൾ കുറച്ച് മോർ റിയലിസ്റ്റിക് ആയിട്ട് ഉണ്ടാകും. കൊള്ളാം, ഓരോ എഡിറ്റ്സും കാര്യങ്ങളും കൊള്ളാം. ഇതൊക്കെയാണ് ഇൻസ്റ്റാഗ്രാമിലെ പ്രധാന വർത്തമാന കാര്യങ്ങൾ അല്ലേ. അത് പറഞ്ഞപ്പോൾ ഒരു താനോട് വിട്ടുപോയി. ഈ ഒരു GPT അതൊക്കെ പറഞ്ഞപ്പം എന്നൊക്കെ പറഞ്ഞപ്പം ഇപ്പോൾ GPT എല്ലാവർക്കും ഒരു കളിയാണ്. ഒരു ചുമല ബാക്ക്ഗ്രൗണ്ടിൽ ഒരു എന്താ പറയുക കണ്ണാടി ഇട്ട് കോട്ട് സൂട്ടാക്കുക, പിന്നെ എന്താ പറയുക നൈക്കിൻ്റെ ഒരു സാധനം വെച്ച് സെറ്റ് ചെയ്യുക. അതൊക്കെ നമ്മൾ തന്നെ ഇമാജിനറി നമ്മളങ്ങ് ഹൃത്തിക് വരെ ആക്കും. കൊള്ളാം. ബട്ട് അപ്പം എന്തായാലും നമ്മളൊരു എന്താ പറയുക ഹൈപ്പേഡായിട്ട് അത്രത്തോളം ക്വാളിറ്റി കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ലെങ്കിലും ഭാവിയിൽ നിന്ന് ആലോചിച്ചു. നമുക്കിപ്പം ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. നമ്മൾ മാപ്പ് ഒഴിക്കണം, ഫോട്ടോ പിടിച്ചിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആക്കാമല്ലോ. അതുപോലെ നമുക്കൊരു കോഡ് സൂട്ട് ഇട്ടത് കൊള്ളാം. വേറെ ഇമാജിനറി എങ്ങോട്ടാണോ നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും. പക്ഷേ റിയൽ ലൈഫല്ല. ഓഫ് കോഴ്സ് ഇതിന് ഒരുപാട് അങ്ങനത്തെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ സംഭവങ്ങളുണ്ട്, ഇല്ല പറഞ്ഞില്ല. അപ്പാർട്ട് ഫ്രം ദിസ് ഇതൊക്കെയല്ലേ ഇൻസ്റ്റാഗ്രാമിൽ പ്രധാന കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ കുറേ ആൾക്കാരൊക്കെ ഇൻറ്റേൺഷിപ്പിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് കേട്ടു. നമ്മളെ കുറച്ച് ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ ഡാഡിയുടെ സൈറ്റിൽ. ഒന്നുമില്ല, റബ്ബർ അവിടെ പോയിട്ട് വളം വരിക, വളത്തിന് ചാക്ക് കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഹൈപ്പായിട്ടൊന്നുമല്ലെങ്കിലും ചെറിയ ഏണിങ്സൊക്കെ കിട്ടും. ഇതൊക്കെയാണ് പ്രധാനമായി നടക്കുന്നത്. പിന്നെ കുറച്ച് ബ്രീത്തിങ്
എക്സസൈസ് ഒന്നും അല്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ. പിന്നെന്തുവാ, സ്ലീപ്പ് സൈക്കിൾ ബെറ്റർ ആക്കുക, കുറച്ച് കാര്യങ്ങൾ വായിച്ചറിയാം, കുറച്ച് പുതിയ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാം. ഇതൊക്കെ ഞാൻ ഈ ഒരു വെക്കേഷനിലൂടെ ത്രൂ ഔട്ട് ട്രാവൽ ഓക്കെ. അപ്പം നിങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ഒന്ന് പേഴ്സണലി അയക്കുക, ചുമ്മാ അറിയാമല്ലോ. പിന്നെ എല്ലാവരെയും ഇങ്ങനെ പോകുന്നുണ്ട്, എല്ലാം സുഖകരവും സന്തോഷകരവും ആവട്ടെ. അപ്പോൾ ഏതായാലും അടുത്തൊരു എപ്പിസോഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, പുതിയ ട്രെൻഡോ പുതിയ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ പറയാം. പിന്നെ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതിന് ഭാവി എന്താണെന്ന് അറിയത്തില്ല, വേണമെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ അതുവരേക്കും ഇങ്ങനെയാണ് നമ്മൾ പോവുക. പിന്നെ എൻ്റെ ഒരു പോഡ്കാസ്റ്റിലോട്ട് മാറുന്നുണ്ട്. പോഡ്കാസ്റ്റ് ഒരിക്കലും ഒരാളെ വെച്ചിട്ടില്ല പോഡ്കാസ്റ്റ് എന്ന് പറയത്തില്ല, അതെൻ്റെ നോളജ് കുറവാണെന്ന് പറഞ്ഞെങ്കിലും മെച്ചമാണ്. അത് ഞാൻ കുറച്ചും കൂടി ഒരു ഇമാജിനറി ക്യാരക്ടറായിരുന്നു, എൻ്റെ തന്നെ ഒരു ഇമാജിനറി ക്യാരക്ടറായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും അങ്ങനെ രൂപത്തിലായിരുന്നു. പക്ഷെ അപ്പുറത്തും തന്നെ റിയൽ ലൈഫ് ആൾക്കാർ വരണം, നോക്കട്ടെ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബബ്ബായി. ഇതുവരെ കേട്ടുന്ന എല്ലാവർക്കും ഹാപ്പി ആവട്ടെ, സെറ്റ് ആവട്ടെ.